അപ്പോൾ ഈ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സംവേദനം, ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മുദ്രണവും, പിന്നീട് ഈ ഗ്രഹങ്ങളുടെ ചലനം അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ഈ വ്യക്തിയുമായിട്ടുള്ള വൈബ്രേഷൻ എങ്ങനെയാണോ തുടർന്ന് വരുന്നതെന്നുള്ളത് ജനിക്കുന്ന നക്ഷത്രം അനുസരിച്ച് അതിന് നക്ഷത്ര ദശാകാലം എന്ന് പറയും. ശുക്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വൈകാരിക ഭാവത്തെ, മനസ്സിൻ്റെ ഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. സ്നേഹം, പ്രേമം, സങ്കടം. യഥാർത്ഥത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മൾ ഈ ജന്മത്തിൽ ജനിക്കാൻ കാരണമാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭോഗങ്ങൾ അനുഭവിക്കാൻ ഓരോ ജീവിയും മനുഷ്യനും ഇങ്ങോട്ട് ജനിക്കുന്നത്. അല്ലാതെ കൂട്ടി വയ്ക്കുന്ന സമ്പത്തുകൾ കൊണ്ടോ വെട്ടിപ്പിടിക്കുന്ന സമ്പത്തുകൾ കൊണ്ടോ അല്ല. നമ്മളുടെ അതാണ് ശരിക്കുള്ള അറിവ് വരുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും എന്ന് പറയുന്നത്. ജ്ഞാനസുഖം എന്ന് പറയും. അത് ശരിയാണ്. ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം, ഇതാണ് ലോകത്തിൻ്റെ തത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശരിക്കും സുഖം. ശനിയും ബുധനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആള് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആളാണ്. അപ്പോൾ എന്താ, ശനി കൂടെ യോഗം ചെയ്ത് ബുധൻ നിൽക്കുമ്പോൾ ബുധൻ്റെതായിട്ടുള്ള ചില കഴിവുകൾ ഇല്ലാതാകും. നമസ്കാരം. ദേവപ്രയാഗ് അസ്ട്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, നമ്മളിപ്പോൾ പല സബ്ജക്റ്റുകളിലും കൂടി കടന്നുപോയി. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പ്രഭാവം മനുഷ്യരിൽ പല മാറ്റങ്ങളും വരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഒരു ഗ്രഹത്തിൻ്റെ ഒരു മാറ്റം വരുന്നു, അത് മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് പൊതുവേ പറയാറുള്ളതാണ്. അതെങ്ങനെയാണ് ആക്ച്വലി എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഈ പ്രപഞ്ചതാളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തി ഈ ഭൂമിയിലോട്ട് വന്ന് ജാതമാകുകയാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ സംവേദനങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു മുദ്രണം ഉണ്ടാക്കുന്നുണ്ടാകും. ആ സമയത്ത് ആ വ്യക്തി ഭൂമിയിലേക്ക് വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളനുസരിച്ച് അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ ജന്മം കുറേ കാര്യങ്ങൾ അനുഭവിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതിനുള്ള അച്ഛനെയും അമ്മയും തിരഞ്ഞെടുക്കുന്നു, സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കാരണം ഒരു കുട്ടി എന്ന് പറയുന്നത് അവരുടെ ബാല്യത്തിലാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിന് പറ്റിയ ഒരു കുടുംബത്തിൽ അതിന് പറ്റിയ ഒരു അച്ഛനും അമ്മയ്ക്കും പോയി ജനിക്കുക എന്നുള്ളത് ആ സോള് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ജനിച്ച് ആ കുട്ടി ഇപ്പോൾ ഒരു ചെടിയെ, വൃക്ഷത്തിൻ്റെ തൈ നട്ടാൽ അത് വൃക്ഷമാകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ സീഡിലാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ അത് ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള സംസ്കാരങ്ങൾ ആർജിച്ച് പിന്നെ തുടർച്ചയായിട്ട് മരണം വരെ ജീവിക്കുക ചെയ്യും. അപ്പോൾ ഈ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സംവേദനം, ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മുദ്രണവും, പിന്നീട് ഈ ഗ്രഹങ്ങളുടെ ചലനം അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ഈ വ്യക്തിയുമായിട്ടുള്ള വൈബ്രേഷൻ എങ്ങനെയാണോ തുടർന്ന് വരുന്നതെന്നുള്ളത് ജനിക്കുന്ന നക്ഷത്രം അനുസരിച്ച് അതിന് നക്ഷത്ര ദശാകാലം എന്ന് പറയും. ഇപ്പം ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നോ ആ നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടൊരു ഗ്രഹം ഉണ്ടാകും. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിലാണെങ്കിൽ അതൊരു കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പം അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. അപ്പോൾ കേതു ദശയാണ് കുട്ടിക്ക് ബാല്യത്തിലുണ്ടാകുക. അപ്പോൾ കേതു ആ കുട്ടിയുടെ ജാതകത്തിൽ എങ്ങനെയൊക്കെയാണോ നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, ഏത് തരം ബന്ധത്തിലാണ് നിൽക്കുക. കാരണം ഗ്രഹങ്ങളുടെ പരസ്പര ബന്ധം കൊണ്ടാണ് നമ്മൾ അനുഭവങ്ങൾ വിശദീകരിക്കുന്നത്. ഇപ്പോൾ കേതുവിൻ്റെ ദിശാകാലം കഴിഞ്ഞു, അതിനുശേഷം ശുക്രദിശാകാലം ഉണ്ട്. അത് ജനിക്കുന്ന സമയം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അതിനുശേഷമുള്ള ദിശാകാലങ്ങൾ നിശ്ചിതമാണ്. 7 വർഷമാണ് കേതുവിൻ്റെ ദിശാകാലം. ജനിക്കും ലോകത്തെല്ലാവർക്കും. അപ്പോൾ ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ അത്രയും സമയം ഉണ്ടാവണം എന്നില്ല. അത് കുറച്ചുകൂടെ അസ്ട്രോളജിക്കൽ ഒരു ടൈംസ് ആണ്. കാരണം ജനിക്കുമ്പോൾ കുറച്ച് എത്ര നേരത്തെ ഉദയത്തിന് ശേഷം എത്ര നേരത്തെ ജനിക്കുന്നു എന്നൊക്കെ ഉള്ളതനുസരിച്ച് വ്യത്യാസപ്പെടും. ചിലപ്പോൾ 3 വർഷമാകാം, 7 വർഷമാകാം, 1 വർഷമാകാം. പക്ഷെ പിന്നീട് വരുന്ന ദശാകാലങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള വർഷങ്ങൾ, ദശാവർഷങ്ങൾ അനുസരിച്ചാണ്. ഇപ്പം ശുക്രദശ എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. 20 വർഷം തന്നെ ഉണ്ട്, അതിന് വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ് ആദിത്യദശ വരും. അങ്ങനെ ദശാകാലങ്ങൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കേതു ദശ കഴിഞ്ഞു, അതിനുശേഷം ശുക്രദശയിലേക്ക് കുട്ടി പ്രവേശിക്കും. ഈ ശുക്രൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കാലം വരും. അപ്പോൾ ഈ
ജാതകത്തിൽ ശുക്രൻ ഏതൊക്കെ ഫലം കൊടുക്കാനായിട്ട് അനുയോജ്യമായ സ്ഥലത്താണോ നിൽക്കുന്നത് അതനുസരിച്ചുള്ള ഫലമായിരിക്കും വ്യക്തിക്ക് ഉണ്ടാകുക. അല്ലാതെ ശുക്രദശയുണ്ട് എല്ലാവർക്കും ഒരേ ഫലമല്ല. അപ്പം ഈ കുട്ടിയുടെ ജാതകത്തിൽ ശുക്രൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ ഈ കുട്ടി ഈ ശുക്രൻ്റേതായിട്ടുള്ള ആളുകളോടോ വസ്തുക്കളോടോ ഒക്കെ എങ്ങനെ സംവദിച്ചു എന്നുള്ളതനുസരിച്ചാണ് ഈ ചാർട്ടിൽ അതിൻ്റെ നിലയുള്ളത്. ശുക്രൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൈകാരിക ഭാവത്തെ, മനസ്സിൻ്റെ ഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. സ്നേഹം, പ്രേമം, സങ്കടം, ഈ ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ ഇമോഷൻസിനെയും നമ്മൾക്ക് എങ്ങനെ അനുഭവവേദ്യമാകുന്നു എന്നുള്ളത്. നമ്മുടെ ഇമോഷൻസുമായിട്ട് ജോയിക്ക് ബന്ധമുണ്ട്. മനസ്സ് ചന്ദ്രനെ കൊണ്ട് പറയും മനസ്സിന്റെ പ്രവൃത്തിയാണല്ലോ ഭാവങ്ങൾ. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ പ്രകടമാകുന്ന ഒരു ഭാവമാണ്. അപ്പൊ ഈ ഭാവങ്ങള് ശുക്രൻ കഴിഞ്ഞ ജന്മം നമ്മൾ ഇത് എത്രമാത്രം ഏത് തരത്തിൽ ഈ തരം കാര്യങ്ങളോട് സംവദിച്ചിരുന്നു കഴിഞ്ഞ ജന്മം. ഇപ്പൊ ശുക്രൻ്റെതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മൾ ഈ ജന്മത്തിൽ ജനിക്കാൻ കാരണമാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭോഗങ്ങൾ അനുഭവിക്കാൻ ഓരോ ജീവിയും മനുഷ്യനും ഇങ്ങോട്ട് ജനിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീട്, വാഹനം, സമ്പത്ത്, രുചികൾ, ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ലോക ജീവിതത്തെ രുചിക്കാനും അതിൻ്റെ രുചികളെന്ന് പറയുമ്പോൾ എല്ലാം ആകും. അനുഭവത്തെ രുചിക്കാണല്ലോ, മൊത്തം കാര്യങ്ങളാകും. അത് അഭിരുചികളും ശുക്രൻ്റെ ടേസ്റ്റ് നല്ലതല്ലാതെ ആകുമ്പോഴാണ് മോശം ടേസ്റ്റ്. അപ്പോൾ രുചികളും അഭിരുചികൾ എന്തൊക്കെയാ വരിക? കലകള്, ആസ്വാദനക്ഷമത. അതുകൊണ്ടാണ് ശുക്രൻ മനോഹരമായ കാര്യത്തിന്റെ എല്ലാം ഗ്രഹമാകുന്നത്. അതായത് ആഭരണങ്ങള്, വസ്ത്രം, വീട്, വാഹനം, നല്ല ഭക്ഷണം, ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ അതിന് ചില അഭിരുചികളുണ്ട്. എനിക്ക് ഇങ്ങനെ വസ്ത്രധാരണം വേണം, എനിക്ക് ഇങ്ങനത്തെ വസ്ത്രം വേണം, ഇങ്ങനത്തെ ആഹാരം വേണം, ഇങ്ങനത്തെ സ്നേഹപ്രകടനം ഇങ്ങനെ വേണം. ഈ രീതിയിലുള്ള അഭിരുചികളും രുചികളും എല്ലാം ഈ കാലയളവിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിലുള്ള മോഹങ്ങൾ ഉണ്ടാകുന്നുള്ള, അതിനുള്ള ആഗ്രഹങ്ങൾ. ഇപ്പോൾ സിനിമ കാണണം, അല്ലെ പാട്ട് കേൾക്കണം, അല്ലെ നൃത്തം ചെയ്യണം, നൃത്തം കാണണം, പാട്ട് പാടണം, അല്ലെ പാട്ട് കേൾക്കണം. അതായത് ഈ ലോകത്തെ എങ്ങനെ നമ്മൾ ഭുജിക്കണം എന്നുള്ളത് ശുക്രൻ തീരുമാനിക്കുകയാണ്. ശരിക്കും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അതിൻ്റെ അനുരണനങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പ്രാണ ഫ്ലോ ചെയ്യുന്നത്, നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ജന്മം നമ്മൾ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. അതെങ്ങനെ അനുഭവിച്ചു? നമ്മൾ സാത്വികമായ വഴി കൂടെ ആയിരുന്നോ, താമസികമായ വഴിയിൽ കൂടെ ആയിരുന്നോ, ആരുടെയെങ്കിലും തട്ടിയെടുത്തിട്ടാണോ, ഏതെങ്കിലും സ്നേഹിക്കേണ്ട വ്യക്തികളെ നമ്മൾ അവർക്ക് വരുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ അനുസരിച്ചാണ് ഈ ജന്മം നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്, ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരിക. അപ്പോൾ ആ ശുക്രൻ്റെ ഈ ജന്മത്തിലെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് ഈ അനുഭവങ്ങൾ നമുക്ക് ഈ ജന്മം സുഖമായിട്ടോ ദുഃഖമായിട്ടോ അനുഭവപ്പെടും. സുഖം മാത്രമാണെന്നൊന്നുമില്ല. ശുക്രദശയിൽ വളരെയേറെ വ്യത അനുഭവിക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. അപ്പൊ ഈ അനുഭവം സൂചിപ്പിക്കുന്ന ഈ ജാതകത്തിൽ ഈ ഗ്രഹം നിൽക്കുന്ന അനുസരിച്ച് അതിന്റെ ദശാകാലത്ത്, ഈ 20 വർഷക്കാലത്ത് ഓരോ ഗ്രഹങ്ങൾക്കും വീണ്ടും സബ് പീരീഡ് എന്ന് പറയും, അതിന്റെ അപഹാരകാലം. ഈ 9 ഒരു ഗ്രഹത്തിന്റെ ദശാകാലം നടക്കുമ്പോൾ അവിടെ തന്നെ വേറെ മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ഓരോ പീരീഡ് വീതമുണ്ട്, അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശുക്രദശയാണെങ്കിൽ ശുക്രൻ്റെതായിട്ടുള്ള പ്രധാന ഒരു റോളുള്ള ഒരു ഭാഗം, അത് കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ, ചന്ദ്രൻ, അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉള്ള പീരീഡ് ഉണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊരു കുറച്ചുകൂടി അസ്ട്രോളജിക്കൽ ടേംസിലാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഇത് സാധാരണ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇങ്ങനെയാണ് അതിനെ പറയാവുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ശുക്രൻ ആണ് ഇനി 20 വർഷം എന്ന് പറയുമ്പോൾ പൊതുവേ മനുഷ്യർക്ക് അത് ഒരു പോസിറ്റീവ് ഫീലിങ്ങും ജീവിതം നല്ല രീതിയിലേക്കാണ് ഇനി 20 വർഷമെങ്കിലും മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു പൊതുവെയുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് ശുക്രദശ എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട്, അതിലും പല രീതിയിലുള്ള വിചാര പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വെറും നല്ലത് മാത്രം സംഭവിക്കുന്നു എന്നല്ലല്ലോ. അങ്ങനെയല്ല, അത് ആ ജാതകത്തിൽ എന്തൊക്കെ സൂചിപ്പിക്കുന്നു അതനുസരിച്ചാണ്.
നല്ലത് മാത്രം സംഭവിക്കുന്നവരുമുണ്ട്. ഇപ്പം ശുക്രൻ ഭോഗങ്ങളുടെ ഒരു ദശാകാലമാണ്. ഇത് ഒരുപാട് അനവധി ഘടകങ്ങൾ ചേർത്തിട്ടാണ്. ശുക്രൻ ഭോഗകാരകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 വയസ്സ് 5 വയസ്സുള്ള കുട്ടിക്ക് ശുക്രൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഭോഗങ്ങളൊന്നും ഇല്ലല്ലോ. 70 വയസ്സുള്ള ആൾക്ക് ശുക്രൻ കിട്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഭോഗങ്ങളല്ലല്ലോ ഉള്ളത്. അപ്പോൾ എവിടെയാണോ അവരുള്ളത് അതനുസരിച്ച് ചിലർക്ക് വളരെയേറെ വൈകാരിക തലത്തിലേക്ക് പോകാവുന്ന തരത്തിലായിരിക്കും ശുക്രദശ ജാതകത്തിലുള്ളത്. അവരാ തരത്തിൽ പോകും. ചിലർക്ക് അങ്ങനെയല്ല, അതല്ലാതെ അതിനപ്പുറത്തുള്ള പ്രശസ്തിയും അങ്ങനെയുള്ള സുഖജീവിതവും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളെ പറ്റിയുമാണ്. ഒരു കാര്യം മാത്രമല്ല, നമ്മൾ കേൾക്കുമ്പോൾ സുഖം എന്നുള്ള ഒറ്റ വാക്ക്, സുഖം ശരിക്കും പറഞ്ഞാൽ സുഖം കൊടുക്കുന്ന ഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്നത് വ്യാഴത്തെയാണ്. ശുക്രനെ ഭോഗങ്ങളുടെ ഗ്രഹം എന്ന് പറയും. സുഖം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ പറഞ്ഞെടുത്തു നമ്മൾ മാറി എങ്കിലും പറയാതെ നിർവാഹമില്ല. സുഖം കൊടുക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ഇപ്പൊ നമ്മൾക്ക് അനവധി സമ്പത്തുകളുണ്ട്, ഭൗതികമായിട്ടുള്ള എല്ലാ ഭോഗങ്ങളും ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. സുഖം ഉണ്ടാകണമെന്ന് ഉറപ്പുണ്ടോ? അല്ലാതെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. നമ്മൾ വിചാരിക്കും ഈ സമ്പത്തുള്ള മനുഷ്യരെല്ലാം സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഒരിക്കലുമല്ല. അപ്പൊ നമുക്ക് തോന്നും ഈശ്വര ഇത്രയൊന്നും സമ്പത്ത് ആർക്കും കൊടുക്കണ്ട. കാരണം മനസ്സമാധാനം അനുസരിച്ച് ഇല്ലാത്ത ആൾക്കാരെയാണ് അധികം കണ്ടിട്ടുള്ളത്. അല്ലാതുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും സുഖം ഉണ്ടാകണമെന്ന് എന്താണ്? സുഖത്തിന്റെ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. വ്യാഴത്തെ കൊണ്ട് പറയുന്ന എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്. സുഖങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ വ്യാഴത്തെ കൊണ്ട് പറയുമ്പോൾ ദൈവിക സാന്നിധ്യം, സർവ്വദൈവങ്ങളുടെ സാന്നിധ്യം വ്യാഴത്തെ കൊണ്ട് പറയുന്നത്. ഇപ്പൊ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് വിസ്ഡത്തിന്റെ ഗ്രഹമാണ്, ആകാശ എലമെന്റാണ്. ശുക്രൻ എന്ന് പറയുന്നത് ജലതത്വമാണ്, നമ്മുടെ മനസ്സും ജലമാണ്, മനസ്സിലെ ഭോഗങ്ങളാണ്. അത് ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹം കൂടെയാണ്. ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ ചൂണ്ടുവിരലും തമ്പും ചേർന്ന ഭാഗം ആ ഒരു സോണായിട്ട് തിരിച്ച് അത് ശുക്രന്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അതനുസരിച്ചാണ് ഈ വ്യക്തികൾക്ക് ഈ ലോകത്തെ പൂജിക്കാനുള്ള ആസ്വദിക്കാനുള്ള ത്വര വരുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള സംവേദനങ്ങളാണ്. അതാണ് നമ്മൾ ആഗ്രഹമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. വ്യാഴം എന്ന് പറയുമ്പോഴത്തേക്ക് ആകാശ എലമെന്റാണ്, നമ്മുടെ ഉള്ളിലുള്ള ഗുരുതത്വമാണ്, നമ്മളുടെ ഉള്ളിലുള്ള വിസ്ഡമാണ്. വിസ്ഡത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്കിപ്പോൾ ജ്ഞാനമൊന്നും കിട്ടാത്തത് കൊണ്ടല്ല. ഇപ്പം ഈ മോഡേൺ ലോകത്ത് വിരൽ തുമ്പിലാണ് എല്ലാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമ്മളെങ്ങനെ ഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ഉപനിഷത്ത് വായിച്ചു, അല്ലെങ്കിൽ ഒരു ബ്രഹ്മസൂത്രം വായിച്ചു, അല്ലെങ്കിൽ യോഗവസിഷ്ടം വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, നമ്മളത് എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിസ്ഡത്തിൻ്റെ ലെവൽ അനുസരിച്ചാണ്. അല്ലെങ്കിൽ ഒരു പ്രഭാഷണം മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ ഒരു പരിമിതികളുണ്ടല്ലോ പലർക്കും, അല്ലേ? അത് നമ്മളുടെ ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രഭാഷണം കേട്ടു, നമ്മളതിൽ നിന്ന് എന്ത് ഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമ്മളാണ് അത് കേൾക്കുന്നത്. നമ്മുടെ ഒരു ശ്രേഷ്ഠതയും കൂടി അതിൽ. ശ്രേഷ്ഠത എന്നില്ല, നമ്മൾ അതിനെ അധമമായിട്ടിരിക്കുന്നു ശ്രേഷ്ഠമായിട്ടിരിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ സോളിൻ്റെ മെച്യൂരിറ്റി എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞൊരു നാളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 10 വർഷം മുന്നേ കേട്ടപ്പോൾ ഗ്രഹിച്ച കാര്യമായിരിക്കില്ല ഇപ്പൊ കേൾക്കുന്നത്. അത് ആ 10 വർഷം കൊണ്ട് നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളതനുസരിച്ചാണ്. അതനുസരിച്ച് നമ്മൾക്ക് വേറെ അർത്ഥതലങ്ങളായിരിക്കും ഓപ്പൺ ആവുന്നത്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ തന്നെ പുതിയ ചലനങ്ങൾ ഉണ്ടാകും എന്നാണ്. അത് പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ, പുതിയൊരു ശാസ്ത്രം പഠിക്കുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പുതിയ പുതിയ വ്യക്തികളെ കാണുമ്പോൾ മാറ്റങ്ങൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ വികാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്രമാത്രം മാറിയിരിക്കുന്നു, ഈ ജ്ഞാനത്തെ സ്വീകരിക്കാൻ നമ്മൾ എത്രമാത്രം പ്രാപ്തമായിരിക്കുന്നു എന്നുള്ളത് ആകാശ എലമെൻ്റായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് പറയും. അപ്പം നമ്മളിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ സുഖവും ദുഃഖവും തീരുമാനിക്കുന്നത്. അല്ലാതെ കൂട്ടിവയ്ക്കുന്ന സമ്പത്തുകൾ കൊണ്ടോ വെട്ടിപ്പിടിക്കുന്ന സമ്പത്തുകൾ കൊണ്ടോ അല്ല. നമ്മളുടെ അതാണ് ശരിക്കുള്ള അറിവ് വരുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും എന്ന് പറയുന്നത്. ജ്ഞാനസുഖം എന്ന് പറയും. അത് ശരിയാണ്, ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം, ഇതാണ് ലോകത്തിൻ്റെ തത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശരിക്കും സുഖം. അല്ലാതെ ഭോഗങ്ങൾ, ഇപ്പം നമുക്കൊരു വലിയ വീട് വേണം, അടുത്തത് വേറെ അതിനേക്കാളും വലുത് വേണം, പുതിയ വാഹനം വേണം, അതിനേക്കാളും നല്ല വാഹനം വേണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ആഗ്രഹങ്ങൾക്കൊരു പരിമിതി ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം വ്യാഴം നല്ല രാശി നിൽക്കുന്നവർക്കാണ്, നന്നായി ജാതകത്തിൽ നിൽക്കുന്നവർക്കാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്.
അപ്പം അങ്ങനെയുള്ളവർക്കാണ് സുഖമുള്ളത്. ശരിക്കും എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ സുഖം ഉണ്ടാകുക. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ ഈ മായയിൽ നമ്മളിങ്ങനെ കൂടുതൽ ഭ്രമിച്ചു പോകുകയല്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഭോഗങ്ങളുടെ ഗ്രഹമാണ് ശുക്രൻ. ഇപ്പോൾ ഇവിടെ ഒരു ഇതിനോടനുബന്ധിച്ച് ചോദിക്കാവുന്നത്, ഈ ബുദ്ധിയുടെ ലെവല് ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യരിൽ പല രീതിയിലാണല്ലോ. അപ്പോൾ അത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണോ? ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് പഠിക്കാൻ മിടുക്കികളല്ല. ചിലർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നു, ചിലർ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നു, ചിലർ വളരെ പൂറാകുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ ആ കുഞ്ഞിനെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധിയില്ല എന്ന് പലരും പറയും, ഇവനൊരു ബുദ്ധിയില്ല, അവൾക്കൊരു ബുദ്ധിയില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ശരിക്കും ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രഭാവം കൊണ്ടാണോ അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരാളുടെ ജാതകത്തിൽ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഗ്രഹമാണെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ബുധനെ കൊണ്ടാണ് പറയുന്നത്. ബുധൻ നല്ലതായി ജാതകത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വ്യാഴം ജാതകത്തിൽ നന്നായി നിൽക്കുന്ന ആൾക്കാർക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മറന്നു പോകാതിരിക്കുക, കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ ഈ ജാതകത്തിൽ തന്നെ ബുധനും ശുക്രനും സൂര്യനും കൂടെ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ കണ്ട് അവരെന്ത് കാര്യവും പഠിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഈ ബുധന് എന്ന് പറയുന്ന ഗ്രഹം വിദ്യയുടെ ഗ്രഹമാണ്, വാക്കിൻ്റെ ഗ്രഹമാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അതിൻ്റെ കൂടെ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അതായത് തമോ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അത് തമോ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനി, ചൊവ്വ. പക്ഷെ അതേസമയം നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തു, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശനി വിസ്ഡം കൊടുക്കുന്ന ഗ്രഹമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം മാറ്റമില്ലായ്മ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. നമ്മളൊരു കാര്യം പഠിക്കുന്ന മാറ്റം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരി? ഇത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ശനിയും ബുധനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആള് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ആളാണ്. അപ്പോൾ എന്താ, ശനി കൂടെ യോഗം ചെയ്ത് ബുധൻ നിൽക്കുമ്പോൾ ബുധൻ്റെതായിട്ടുള്ള ചില കഴിവുകൾ ഇല്ലാതാകും. ഇപ്പം ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഈ പിടിവാശി നടത്തി, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ പല ആക്രമണങ്ങളും നടക്കുന്നത് ആ വ്യക്തിയിൽ ഇതിൻ്റെ ഒരു പ്രഭാവം കൊണ്ടായിരിക്കും. നമുക്ക് ഒറ്റ വാക്കിൽ പറയാനേ പറ്റില്ല. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ബുധനും ശനിയും കൂടി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സാണ് അയാളെ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനും കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അതൊരു നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും ഈ ഒരു കോമ്പിനേഷൻ കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിതൊക്കെ ജനറലായി പറയുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ ജാതകമാകുമ്പോൾ ഈ 9 ഗ്രഹങ്ങളുടെയും കോമ്പിനേഷൻ കൊണ്ടാണ് ഫലം വരുന്നത്. ഇപ്പം ഇയാളുടെ ജാതകത്തിൽ ബുധനും ശനിയും കൂടെ നിൽക്കുന്നു, അയാളുടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിത് ഒരാൾക്കെന്ന് പറഞ്ഞിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ജാതകത്തിൻ്റെ ഇത് ഈ ജ്യോതിഷം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരേപോലെ നമുക്ക് ഇന്നതാണെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു 100 ഫലങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇത് കോമ്പിനേഷൻ വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, ചിലർ ചോദിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്തോ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല. കാരണം ഇത് നമ്മൾ ഓരോ ജാതകങ്ങളും കോറിലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫലം പറയാം. ബുധന് ശനിയും കൂടെ നിൽക്കുന്ന ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. പെട്ടെന്ന് ബുധൻ എന്ന് പറയുന്ന മാറ്റങ്ങൾ എപ്പോഴും എടുക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ അവർ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകും. പക്ഷെ അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ, മാറാതെ നിൽക്കുന്നത്. അതേപോലെയാണ് ചൊവ്വയുടെ കൂടെ ബുധന്റെ കോമ്പിനേഷൻ വന്ന പാപഗ്രഹമാണെന്ന് നമ്മൾ പറയുന്നത്. ചൊവ്വയും ബുധനും കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങളുടെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാവും. ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് അവർക്ക് അതിന്റെ ഹിഡൻ ആയിട്ടുള്ള സൈഡ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമല്ലേ. ഇനി അത് കുറച്ചുകൂടെ മോശമായ രീതിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് വേറൊരു ഇല്ലാത്ത കാര്യമായിരിക്കും മനസ്സിലാകുക. മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ സാധാരണ കൺവെർസേഷനിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ എന്താ ഈ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവരതിനെ മനസ്സിലാക്കുന്ന രീതി ഈ പറയുന്ന ആൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല. ഇല്ല,
അവർ വേറൊന്നും ആയിരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് അതുകൊണ്ട് ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ എന്ന് പറയാനായിട്ടേ പറ്റില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയാവില്ല. കാരണം ബാക്കി ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് കൂടി ഇതിൻ്റെ മേലെ വരും. അതാണ് എപ്പോഴും ഈ ആളുകൾ ഇതിനെപ്പറ്റി അത് അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായി പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. കാരണം ഒരു ജാതകം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാത്രം അനുഭവമാണ്. ഇതിന് 10 ജാതകങ്ങൾ വന്നു, അത് 11ാമത്തെ ജാതകത്തിൽ ആ 10ത്തെ കണ്ട കാര്യമായിരിക്കത്തില്ല. കോമ്പിനേഷൻ കൊണ്ട് വ്യത്യാസം വരും. കോമ്പിനേഷൻ കൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ അതിൻ്റെ പ്രെഡിക്റ്റീവ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ആ ദേശാകാലം നക്ഷത്രം ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നുള്ളതനുസരിച്ച് ദേശാകാലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മരണം വരെ. അപ്പോൾ ഓരോ കാലയളവിലും നമ്മൾ പൂർവ്വ ജന്മങ്ങളിൽ അതിൻ്റെ ഓരോ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് എങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്, ഈ ലോകത്ത് നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം മറ്റുള്ളവരെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. സന്തോഷമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ കാറ്റഗറി ആൾക്കാരിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും. ദുഃഖമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതേ കാറ്റഗറിപ്പെട്ട ആൾക്കാരിൽ നിന്ന്, അതേ ജീവിത സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടും വരും. അത് ജനിക്കുന്ന നക്ഷത്രദശ അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങൾ വരുമ്പോൾ മാറി മാറി.